ഹലോ ഗൈസ്, വാട്സാപ്പ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫുഡ് സ്റ്റോറിയാണ് കേട്ടോ. അതായത് ഒരു മോമോസ് ലവർ അല്ലാത്ത ഞാൻ ഒരു മോമോസ് ലവറായ കഥ. സംഭവം ഞാൻ വൈഫിൻ്റെ നിർബന്ധപ്രകാരം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി പോയതാണ്. പക്ഷേ ഐറ്റം കിടുമായിരുന്നു കേട്ടോ. അതിനുശേഷം എത്ര തവണ പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരുപാട് വെറൈറ്റി മോമോസ് അവിടെ ലഭ്യമാണ്. മാത്രമല്ല എല്ലാത്തിനും വേറെ വേറെ രുചിയും. അതാണ് പ്രത്യേകം പറയേണ്ട കാര്യം. കൂടാതെ ചൈനീസ്, തായ്, മലേഷ്യൻ ഡിഷസും കൂടി അവിടെ അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും രുചിയുള്ളത് ഈ കാണുന്ന സ്റ്റീംഡ് മോമോണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ കുക്കിങ്ങും സെർവിങ്ങും എല്ലാം നല്ല ഒറിജിനൽ നോർത്ത് ഈസ്റ്റ് ആളുകൾ തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് തന്നെയാവും ഈ മോമോസിന് ഇത്ര പ്രത്യേക രുചി. ഇരിക്കാനായിട്ട് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. കൂടാതെ നമ്മൾ സൺഡേ ഈവനിങ് ആണ് വരുന്നതെങ്കിൽ ഒരു 10-15 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ ക്യാഷിലിരിക്കുന്ന ഈ ചങ്ങാതിയാണ് അതിൻ്റെ ഓണറെന്ന് തോന്നുന്നത്. കസ്റ്റമർ റിലേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ ചേട്ടനെ കണ്ട് വേണം പഠിക്കാനായിട്ട്. കാരണം പുള്ളി ക്യാഷ് വാങ്ങാനാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഉടനെ ഇറങ്ങി വന്ന് കാര്യം തിരക്കും. ഇനി നമ്മൾ പുറത്താണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ വന്ന് നമ്മളോട് സംസാരിച്ച് ടേബിൾ കാലിയാവണനുസരിച്ച് നമ്മളെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഷോപ്പ് ഏതാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതാണ് മൈസൂരുവിലെ രാജു മോമോസ്. ലൊക്കേഷൻ വരുന്നത് വിജയനഗർ സെക്കൻഡ് ഫേസിലുള്ള വിദ്യാവർദ്ധക കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. പിന്നെ അവിടെ മോമോസ് കൂടാതെ ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി, സൂപ്പ്, ഗോലി സോഡ ഒക്കെ അവൈലബിൾ ആണ്. ഈ ഗോലി സോഡ അത്ര ഹെൽത്തി അല്ലെന്നാണ് കേട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ ഒരു ഗോലി സോഡ കൂടി കുടിച്ചാൽ സംഭവം കിടു പൊളി സെറ്റ്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. കൂടാതെ അഫോർഡബിൾ റേറ്റും. അപ്പോൾ മൈസൂർ വരുന്നവരും മൈസൂരുള്ളവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ബൈ.